ഗൈസ്, ഷാനന്റെ വീട്ടിൽ നമ്മൾ കേക്ക് ആയിട്ട് പോവാണ് കേട്ടോ. ഷാന എന്ന് പറയുമ്പോൾ മൈ ബ്രദർ വൈഫ് അനിയത്തി 10ാം ക്ലാസ് പാസ്സായതുകൊണ്ട് നമുക്ക് അന്ന് കേക്കായിട്ട് പോകാൻ പറ്റില്ല. പിറ്റേ ദിവസം നമ്മൾ ആ ചെലവാണ് എത്തി. ഇതൊക്കെ അല്ലേ ഒരു സന്തോഷം. ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് ആവശ്യമുള്ള സാധനം. അങ്ങനെ ഒരു കോൺ നമ്മൾ മേടിച്ചു. കോൺ വാങ്ങി തിരിഞ്ഞപ്പോൾ ആ 3 കുട്ടികളെ കുട്ടികളുടെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇടുന്ന പറഞ്ഞപ്പോ ഒരു കുട്ടി ആകെ കുട്ടി നെട്ടിയത് കണ്ടപ്പോ ഞാനും ഞെട്ടിയേ. കുട്ടിന്റെ വിചാരം ഞാൻ ഏതോ വലിയ സെലിബ്രിറ്റി. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ എടുത്ത്. പിന്നെ വേറൊരു അത്ഭുതം, എനിക്ക് ആദ്യമായിട്ട് കോൺ ഐസ്ക്രീം ടേസ്റ്റ് ചെയ്യാൻ തോന്നി. ഇവന്റെ കയ്യിൽ നിന്ന് ഇവൻ ജനിച്ചിട്ട് ഒരു സാധനം കിട്ടിയിട്ട് ഫുഡ് കൈവിടാത്ത ആളാണ്. പിന്നെ ഇങ്ങനൊക്കെ കിട്ടുമ്പോ നമ്മൾ മുതലാക്കാതിരിക്കോ? പിന്നെ അവസരം അങ്ങോട്ട് മുതലാക്കി. കോണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഓട്ടോയിൽ കയറി. അപ്പൊ ഇതാണ് നമ്മുടെ സെഫ. ആവശ്യത്തിൽ നമ്മൾ കുറച്ച് വലിയ കോണാണ് കേട്ടോ എടുത്ത്. ഫസ്റ്റ് ഒക്കെ നല്ല ഹരത്തി കഴിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് വേണ്ടാത്ത പോലെ ആയി. സംഭവം ഉച്ചക്ക് വയറ് നിറയെ ചോറും തിന്ന് ഇറങ്ങിയതേ. ആവശ്യത്തിന് പുറത്ത് എപ്പോഴെങ്കിലും കിട്ടണോണ്ട് തന്നെ നമ്മൾ വലുത് നോക്കി എടുത്തു. സെഫക്ക് പിന്നെ അതൊന്നും ബാധകല്ല. ഫൈസിന്റെ ബാക്കി ഓളതും ഒക്കെ ഓളന്നെ മുടി. പിന്നെ ഷാനന്റെ വീട്ടിലെ കേക്ക് കൊണ്ട് നമ്മൾ എത്തിയിട്ടോ. ഫൈസ് ഫുൾ കിടയിലാണ്. പോയ വകയിൽ പിന്നെ കുറച്ച് കാർട്ടൂണും കണ്ടു. എനിക്ക് എന്തോ ഈ കാർട്ടൂൺ നന്നായി ഇഷ്ടമായി. പേരൊന്നും എനിക്ക് അറിയില്ല. പിന്നെ അതിന്റെ ഇടയ്ക്ക് ചായയും കൂടി ഒന്ന് സെറ്റ് ആക്കി. അപ്പൊ ഇതുവരെ റാഹത്ത്. അങ്ങനെ ചായയോടും കഴിഞ്ഞ് കേക്കും കട്ട് ചെയ്ത് എല്ലാരും ഹാപ്പിയായി. കേക്ക് നല്ല രസമുണ്ടായിരുന്നു. കോൺ ഐസ്ക്രീം തിന്നതിന്റെ ആ ഒരു ഇത് വിടാത്തോണ്ട് നമുക്ക് നല്ലത് കേക്ക് എന്നാ പറ്റും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ്. വീഡിയോ ഇഷ്ടമാവാത്തവരുണ്ടെങ്കിൽ കേക്ക് കൊതിട്ടോ. ഈ ഒരു ഡ്രസ്സ് ഞാൻ അടിച്ചതാണ് കേട്ടോ. ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. അപ്പൊ എത്രയുള്ള വീഡിയോ. ടാറ്റാ.